നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ നമ്മളെല്ലാവരും വാഴ്ത്തി പറയുന്നുണ്ട് സഞ്ജു സാംസണിൻ്റെ ഈ ഒരു മടങ്ങി വരവിനെ. വല്ലാത്തൊരു മടങ്ങി വരവാണത്. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ടീമിൽ ഇടമില്ല, പ്ലേയിങ് ലെവലിൽ ഇടമില്ല. പിന്നെ വന്നിട്ട് ക്രൂഷ്യൽ സമയത്ത് ടീമിൻ്റെ എല്ലാമായി മാറിയ സഞ്ജു സാംസൺ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് സ്വന്തമാക്കി, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ഒരു മടങ്ങി വരവിൻ്റെ കഥ പറയാൻ മറ്റൊരാൾ കൂടിയുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. മറ്റാരുമല്ല, ഇഷാൻ കിഷൻ. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള സ്ഥാനമേ നഷ്ടമായിരുന്നു. ഇന്ത്യൻ ടീമിൽ നിന്ന് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായി. ആ സൗത്ത് ആഫ്രിക്ക ടൂറിനിടക്ക് അദ്ദേഹം ടീമിൽ നിന്ന് പോകുന്നു. പിന്നെ ഡിസിപ്ലിൻ പ്രശ്നങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ടീമിൽ നിന്ന് പുറത്താവുന്നത് മാത്രമല്ല, സെൻട്രൽ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് നഷ്ടമാകുന്നു. വലിയ രൂപത്തിൽ വിമർശനങ്ങൾ, അദ്ദേഹത്തിന് സീരിയസ്നെസ് ഇല്ല, ഡിസിപ്ലിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി. വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് തന്നെ അദ്ദേഹം ചെയ്തു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നന്നായിട്ട് വിയർപ്പൊഴുക്കി. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ എല്ലാ ടൂർണമെൻറ്റുകളിലും അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SMA ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ നായകനായിട്ട് അദ്ദേഹം മാറി. പിന്നെ കണ്ണടക്കാൻ സെലക്ടർമാർക്ക് കഴിയുമായിരുന്നില്ല. ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തി. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം മിന്നിക്കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു. ഇഷാൻ കിഷൻ ഈസ് ബാക്ക് എന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാകുന്നു. ഓപ്പണറായിട്ട് ഇഷാൻ കിഷൻ എത്തുന്നു. ഇഷാൻ മോശമല്ലാതെ കളിക്കുന്നു. പാകിസ്ഥാനെതിരെ കളിച്ച ആ ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ ടീം ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഇഷാൻ കിഷനാണ്. അവൻ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലാണ് പാകിസ്ഥാൻ ആ കളിയിൽ നിന്ന് ഗ്രിപ്പ് നഷ്ടമായി പുറകോട്ട് പോയത്. അവിടെ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി. പിന്നെ ഈ ഫൈനലിൽ കിഡിലൻ അർദ്ധ സെഞ്ചുറിയാണ് അവൻ നേടിയത്. 317 റൺസ്. സഞ്ജു സാംസൺ കഴിഞ്ഞാൽ തൊട്ടുപുറകിൽ 3-4 റൺസിന് മാത്രം കുറവിൽ ഇഷാൻ കിഷനുണ്ട്. 317 റൺസ് അദ്ദേഹം അടിച്ചു. 35.22 ആവറേജിൽ 193.29 സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചടുക്കി T20 വേൾഡ് കപ്പിൽ കിരീടം ചൂടുന്ന താരമായിട്ട് അദ്ദേഹം മാറി. 2025 ഇന്ത്യൻ ടീമിൻ്റെ പ്ലാനിലേ ഇല്ലാതിരുന്ന ഒരാൾ 2026 തുടക്കത്തിൽ ലോക ചാമ്പ്യനായി മാറുമ്പോൾ, അതും ഇൻ സ്റ്റൈൽ മികച്ച കോൺട്രിബ്യൂഷൻ നൽകി ലോക ചാമ്പ്യനായി മാറുമ്പോൾ നമ്മൾ കൈയടിക്കണം. ഈ നിശ്ചയദാർഢ്യത്തിന് ടീമിൽ നിന്ന് പുറന്തള്ളി എല്ലാ വിധത്തിലുള്ള വിമർശനങ്ങളും കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും തകരാതെ തിരിച്ചു വന്ന ഇഷാൻ കിഷൻ ഉണ്ടല്ലോ, 27-കാരനായിട്ടുള്ള ആ താരവും കൈയടി അർഹിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.